എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അധികം ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനുപരി ഒരു ടോപ്പിക്, ദ പവർ ഓഫ് 5. അതെ, 369 എന്നൊക്കെ നമ്മൾ കുറേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കേട്ടിട്ടുണ്ട്. അത് പവർഫുൾ അല്ല എന്നല്ല, പക്ഷേ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. 5, ദ നമ്പർ 5. നമ്മൾ 555 മാനിഫെസ്റ്റേഷൻ ഉപരി ആരെങ്കിലും 5 എന്നുള്ള നമ്പറിനെ കുറിച്ച് എന്തത്ര പ്രത്യേകത ആണോ, എന്തിനത്ര സിഗ്നിഫിക്കൻസ് എന്നോ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും നമ്പർ 5? വൈ നോട്ട് 4? വൈ നോട്ട് 1? വൈ നോട്ട് 2? എന്തുകൊണ്ടായിരിക്കും നമ്പർ 5? നമ്മുടെ സ്പിരിച്വൽ ആൻഡ് മാനിഫെസ്റ്റേഷനിൽ ഈ നമ്പർ 5ന് കുറേ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ 555 എന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ? ഈ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് ആണ്. ഒരു 555 ഏഞ്ചൽ നമ്പർ കാണുമ്പോഴും പറയും ചേഞ്ചസ് ആണ്, എക്സ്പെക്ട് ചേഞ്ചസ്, എക്സ്പെക്ട് പോസിറ്റീവ് ചേഞ്ചസ്. അതുകൊണ്ട് പോസിറ്റീവ് ചേഞ്ചസ് ക്ലെയിം ചെയ്യണമെന്ന് പറയും അല്ലേ? നമ്മുടെ കൈൻ്റെ വിരലുകളാണെങ്കിലും 5, ടോസ് ആണെങ്കിലും 5. പിന്നെന്താ? സെൻസസ്, നമ്മുടെ 5 സെൻസസ്. എന്തൊക്കെയാണ് നമ്മുടെ 5 സെൻസസ്? കാണുക, കേൾക്കുക, പിന്നെ ഫീൽ ചെയ്യുക, സ്മെല്ലിങ്, ടേസ്റ്റ്, ഇതൊക്കെയല്ലേ? അതുകൂടാണ്ട് നമ്മുടെ 5 എലമെൻറ്റ്സ് ഉണ്ട്. എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈതർ. ഇതൊക്കെ ഒരു 5 എലമെൻറ്റ്സ് ആണ്. ആൻഡ് ഈ 5 എന്ന് പറഞ്ഞ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് മെർക്യൂറി മീൻസ് നമ്മുടെ തോട്ട്സ്, നമ്മുടെ സ്പീച്ച്, നമ്മുടെ അഫർമേഷൻസ്, നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങൾ. ബുദ്ധിയുടെ രാജാവ് ബുദ്ധ, നമ്മുടെ തോട്ട്സ് എന്താണ് എന്നൊക്കെ അല്ലേ? ആൻഡ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾക്കറിയണോ? നമുക്കറിയാം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ന്യൂമറോളജിക്കലി നമ്മുടെ പേര് മാറ്റാൻ പറ്റും. ന്യൂമറോളജി അറിയുന്ന ആൾക്കാരുകളാണെന്നുണ്ടെങ്കിൽ ലോഷു ഗ്രിഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ 5 മിഡിലാണ് കിടക്കുന്നത്. ഇവനില്ലാന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കുറച്ച് പ്രശ്നമായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ റെമഡീസ് തരും. എന്തെങ്കിലും ബുദ്ധദോഷമുണ്ട്, മെർക്യൂറി എലമെൻറ്റ്സ്. അതുപോലെ ഇപ്പോൾ ഹിന്ദുസ് അല്ലാത്തൊരു വേറെ റിലീജിയൻ ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഈ 5 എന്ന് പറഞ്ഞ നമ്പറിനെ എങ്ങനെ കണക്ട് ചെയ്യാം? നാച്ചുറലി നമുക്ക് എന്തൊക്കെ റെമഡീസ്, അല്ലെങ്കിൽ നാച്ചുറലി നമുക്ക് ഈ 5 എന്ന് പറഞ്ഞ നമ്പറോട് എങ്ങനെ കൂടുതൽ കണക്ട് ചെയ്യാം, എങ്ങനെ നമ്മുടെ ലൈഫിൽ ആ ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷൻസ് പോസിബിൾ ആക്കാം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് 5 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ 5 എലമെൻറ്റ്സ് ആണെങ്കിലും, നമ്മുടെ 5 സെൻസസ് ആണെന്നുണ്ടെങ്കിലും, നമ്മുടെ ഫിംഗേഴ്സ് ആയാലും ടോസ് ആണെങ്കിലും, എവിടേക്കോ 5 നമ്മുടെ ലൈഫിൽ ഭയങ്കര അധികം ആ ഒരു സ്റ്റെബിലിറ്റി, ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. ആൻഡ് മോർ ദാൻ ദാറ്റ് 5 റൂൾ ചെയ്യുന്ന പ്ലാനറ്റ് മെർക്യൂറി നമ്മുടെ തോട്ട്സ്, നമ്മുടെ സ്പീച്ച്, നമ്മുടെ എഫർമേഷൻ, നമ്മുടെ റൈറ്റിംഗ്, നമ്മുടെ ലേണിംഗ് ഒക്കെ എന്താണ്? ആക്ടിവേറ്റ് ചെയ്യും. ഈവൻ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് കൂടെ പോകുന്നവരാണെങ്കിൽ തോട്ട്സ് എന്താണ്? നമ്മുടെ മൈൻഡ്. ആ മൈൻഡിനെ നമുക്ക് എങ്ങനെ ഈ 5 എന്ന് പറഞ്ഞ നമ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ തന്നെ സ്വയം ഹീൽ ചെയ്യാം, നമ്മുടെ തോട്ട്സിനൊക്കെ പോസിറ്റീവ് ആക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. 5 സെൻസസ് മാനിഫെസ്റ്റേഷൻ. എന്താണ് നമ്മുടെ 5 സെൻസസ്? ഞാൻ പറഞ്ഞു, കാണുക, ഫീൽ ചെയ്യുക, കേൾക്കുക, സ്മെൽ ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക. നമ്മുടെ 5 സെൻസസ് ആണ്. അപ്പോൾ ഈ 5 സെൻസസ് വെച്ച് നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം? എന്തുകൊണ്ടായിരിക്കും ഈ 5 സെൻസസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? കാരണം ഈ 5 സെൻസസ് ഇൻക്ലൂഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്താവും? ഇറ്റ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട്സ് ടു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് റിയൽ. ഇത് റിയൽ ആണെന്ന് ബിലീവ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരും പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യണം, കംപ്ലീറ്റ്ലി വിഷ്വലൈസ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ശരി, എന്നാൽ നമുക്ക് കുറച്ച് ഈസി വേ ചെയ്യാം. നിങ്ങളുടെ ഒരു ഡ്രീം എടുത്തോ. അതൊരു ഡ്രീം ഹോം ആയിരിക്കാം, ഡ്രീം കരിയർ ആയിരിക്കാം, ഡ്രീം റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഡ്രീം റിലേഷൻഷിപ്പിൽ എങ്ങനെ സ്മെൽ ചെയ്യാമെന്നൊന്നും ചോദിക്കരുത്. അതിപ്പോൾ ഇട്ടേക്കുന്ന ആളുടെ വസ്ത്രങ്ങളായിരിക്കാം, ആ പെർഫ്യൂം ആയിരിക്കാം, എങ്ങനെ സ്മെൽ ചെയ്യണം, ആ ഒരു ലൈഫായിരിക്കാം, നിങ്ങൾ പോകുന്ന പ്ലേസസ് ആയിരിക്കാം, ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. ഇറ്റ്സ് അപ് ടു യുവർ ഇമാജിനേഷൻ, കംപ്ലീറ്റ് ഫ്രീഡം. സോ നിങ്ങളുടെ ഒരു ഡ്രീം എടുക്കുക. സപ്പോസ് നമ്മൾ വിചാരിക്കുകയാണ് ഡ്രീം ഹോം, എനിക്കൊരു ഡ്രീം ഹോം മാനിഫെസ്റ്റ് ചെയ്യണം, എനിക്കൊരു പുതിയ വീട് മാനിഫെസ്റ്റ് ചെയ്യണം. ശരി, ആ പുതിയ വീട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു പേപ്പർ എടുത്തോളൂ, പേൻ എടുത്തോളൂ. എനിക്കൊരു ഡ്രീം ഹോം വേണം. ഓക്കെ, ആ ഡ്രീം ഹോം എങ്ങനെ എനിക്ക് കാണുന്നു? ഹൗ വുഡ് യു സീ ദാറ്റ്? എങ്ങനെ വേണം നിങ്ങളുടെ ഡ്രീം ഹോം? നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒരു ഡ്രീം ഹോം കാണുമ്പോൾ എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് സി? ഓക്കെ, അത് നിങ്ങൾ മനസ്സിലേക്ക് എഴുതണ്ട, ജസ്റ്റ് ഈ ഒരു പോയിന്റ്സ് മാത്രം എഴുതി വെച്ച് പിന്നെ വിഷ്വലൈസ് ചെയ്യുക. സി, കാണുക, ഫീൽ ചെയ്യുക. എങ്ങനെ ഫീൽ ചെയ്യുക? ആ ഒരു പുതിയ വീടിൻ്റെ പാല് കാച്ചൽ,
ആ പുതിയ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് റൂം നിങ്ങൾ എങ്ങനെ വേണം എന്നുള്ളൊരു ഫീലിംഗ്, ആ ഒരു റൂമിലേക്ക് നിങ്ങളുടെ ആ ഒരു വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീലിംഗ്. ടേക്ക് എ മൊമെൻറ്റ്, കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് ടേക്ക് എ മൊമെൻറ്റ് ടു ഫീൽ ദാറ്റ്. ലിസൺ. ഇപ്പോൾ നിങ്ങളുടെ ആ വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു എക്കോ വരുന്നതാണെന്നുണ്ടെങ്കിലും കുറേ സാധനങ്ങളൊന്നും മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ താമസിക്കുമ്പോൾ, നമ്മളുടെ ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കുന്നത്, അല്ലാണ്ട് വീട് സംസാരിക്കുന്നതല്ല. ആ ഒരു പ്ലേസിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് കിളികളുടെ ശബ്ദമായിരിക്കാം, ചെറിയ വിൻഡായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതായിരിക്കാം. അങ്ങനെ ഫീൽ ചെയ്യുക. സ്മെൽ, ഒരു പുതിയ പെയിൻറ്റിൻ്റെ മണം, ആ ഒരു റിഫ്രഷിങ് സ്മെൽ, ആ ഒരു വീടിൻ്റെ ഉള്ള ഒരു അന്തരീക്ഷം, ഒരു കാം, പീസ്ഫുൾ. എന്താ പറയുക, ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നല്ല കറിയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ നിങ്ങളിരുന്ന് നല്ല സ്മെല്ലൊക്കെ വരുന്നത്, അങ്ങനെ ഭയങ്കര ഇമാജിനേറ്റീവായിട്ട് കൊണ്ടുപോകാം. ഇറ്റ്സ് അപ് ടു യു എങ്ങനെ നിങ്ങൾക്കത് കൊണ്ടുപോകാം എന്നുള്ളത്. നിങ്ങൾ ആ വീട്ടിലെ ഡൈനിങ് ഹാളിലിരിക്കുന്നു, അപ്പോൾ അവിടെ നിന്ന് കുക്ക് ചെയ്ത ഫുഡിൻ്റെ സ്മെല്ല് വരുന്നു, ആ ഒരു ഫീലിംഗ്, പുറത്തെ ജനാലിലെ കിളികൾ പറന്നു പോകണം, അങ്ങനെയുള്ള ഫീലിങ്സിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ടേസ്റ്റ്. അല്ല, വീടിനിപ്പോൾ എന്താ ടേസ്റ്റ്? വേണ്ട, വീടിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്ത ഫുഡ് ഇരുന്ന് ടേസ്റ്റ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കുന്നു. ചെയ്തൂടെ? സോ ദാറ്റ് ഈസ് 5 സെൻസസ് മാനിഫെസ്റ്റേഷൻ. ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ പ്യുവർ ഇമാജിനേഷനാണ്. ആ ഒരു ഇമാജിനേറ്റീവ് പവറിൻ്റെ അനുസരിച്ച് കൊണ്ടുപോവാം. ഈ മെത്തേഡ് യൂസ് ചെയ്യാം. സോ നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു ഡ്രീം എഴുതി നമ്മൾ ഓരോ കാര്യത്തിലേക്ക് വരും തോറും എന്തുണ്ടാവും? നമ്മുടെ ബ്രെയിൻ അത് ബിലീവ് ചെയ്യാൻ തുടങ്ങും. ഓ, ഇത് ശരിയാണല്ലോ, കാരണം എൻ്റെ എല്ലാ സെൻസസും വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിന് റിയാലിറ്റി എന്താണെന്ന് അറിയില്ല, നമ്മുടെ സബ് കോൺഷ്യസിന് എന്താ റിയാലിറ്റി എന്ന് അറിയില്ല. സോ നമ്മൾ ഈ ഫുൾ സെൻസസിൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ ബ്രെയിൻ സ്റ്റാർട്ട്സ് ടു ബിലീവ്. ശരി, ഈ 5 സെൻസസ് വെച്ച് നമുക്ക് എങ്ങനെ പോസിറ്റീവായി മാനിഫെസ്റ്റ് ചെയ്യാം? നിങ്ങളുടെ തോട്ട്സാണ് എപ്പോഴും നിങ്ങളുടെ പ്രശ്നം. എൻ്റെ മൈൻഡ് ശരിയല്ല, എനിക്ക് കൂടുതൽ നെഗറ്റീവ് തോട്ട്സാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളല്ലേ? നമ്മൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോട്ടുണ്ട്, എനിക്ക് നെഗറ്റിവിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ്, നെഗറ്റിവിറ്റീസ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഒരു ലിമിറ്റ് വരെ നമുക്കതിനെ എടുത്താൽ മതി. ഒരു പരിധിക്ക് വരെ എത്രത്തോളം കൊണ്ടുപോകണം എന്നുള്ള പവർ നമ്മൾ എടുക്കണം. ശരി, നമ്മുടെ തോട്ട്സിന് നമ്മൾ എങ്ങനെ കാണാൻ പറ്റും? നമുക്ക് നമ്മളെ തന്നെ ഒരു ഹാപ്പി, ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേർഷനായിട്ട് കണ്ടുകൂടെ? ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു ഹാപ്പിയസ്റ്റ് വേർഷൻ ആയിരിക്കുമ്പോൾ, മനസ്സ് തുറന്ന് ചിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും? കുറേയും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും, മുഖമൊക്കെ ഒന്ന് ഗ്ലോ ചെയ്യും, കുറേയും കൂടെ ഭയങ്കര ഒരു ലൈറ്റർ ആയിരിക്കും. അങ്ങനെയുള്ള ഒരാളായിട്ട് കാണാം. ഫീൽ ചെയ്യുക, ആ ഒരു ടൈമിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഒരു ഫീലിംഗ് എന്തായിരിക്കും അല്ലേ? നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ചുറ്റും കേൾക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. സ്മെൽ, എന്താ സ്മെൽ? നല്ല പെർഫ്യൂമൊക്കെ ഞാൻ അടിച്ച് ഞാൻ എന്നെ തന്നെ സെൽഫ് കെയർ ചെയ്തുകൊണ്ടിരിക്കുക. ടേസ്റ്റ്, ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? പറയാൻ എളുപ്പമാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ ഇമ്പോസിബിൾ ആണോ? ശരി, ഞാനൊരു ചെറിയ സബ് കോൺഷ്യസ് ട്രിക്ക് തരട്ടെ. സപ്പോസ് ഇത് ഞാൻ ഫ്രീ ക്ലാസ് വരുമ്പോൾ പറയാൻ പറഞ്ഞതാണ്. സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു ദിവസം, ആ ഒരു ദിവസത്തിലൊരു ഡേ അത്ര നന്നായിട്ടില്ല, എന്തൊക്കെയോ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നടക്കാം. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നടന്നു, നിങ്ങളുടെ കൺട്രോളിലല്ലാത്തൊരു സിറ്റുവേഷൻ നടന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ എന്തൊക്കെയോ അറിയാണ്ട് പറ്റിപ്പോയി. എന്താ ചെയ്യുക? രാത്രി നൈറ്റ് ടൈമിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ, സ്ലീപ്പ് ടൈം ഉണ്ടല്ലോ, ആ ഒരു ഉറങ്ങുന്നതിന് മുന്നേ ഈ കംപ്ലീറ്റ് സ്റ്റോറി, ഇന്നുണ്ടായ കംപ്ലീറ്റ് കാര്യങ്ങൾ റീറൈറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ? ഒരു ദിവസം ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നടന്നു, അത് നിങ്ങൾ റീറൈറ്റ് ചെയ്ത് കീറിക്കളയുന്ന പോലെ ഇമാജിൻ ചെയ്യുക. ആ ഒരു പേപ്പറാണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ കീറിക്കളഞ്ഞ് അതിന് പകരം നിങ്ങൾ എന്താണോ ചെയ്യുക അത് ഇമാജിൻ ചെയ്യുക. ബിക്കോസ് സബ് കോൺഷ്യസ് ഡസൻ നോ റിയാലിറ്റി. സോ എല്ലാ ദിവസവും നിങ്ങൾ ആ ഒരു കാര്യം ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഒരു ദിവസത്തിലെ കാര്യം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് ടയർ ചെയ്ത് കളഞ്ഞ് അത് ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് ഫിറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് നിങ്ങൾ തന്നെ ഒരു തിരക്കഥാകൃത്ത് എഴുതുന്ന പോലെ നിങ്ങൾ തന്നെ അതൊരു മൂവി പോലെ കാണുക. ആ മൂവിയിൽ ആ ഒരു സീൻ കീറിക്കളഞ്ഞിട്ട് ഒരു പോസിറ്റീവ് സീനാക്കി മാറ്റുന്ന ആലോചിക്കുക. എന്നിട്ട് കിടന്നുറങ്ങുക. ശരി, ഇങ്ങനെ നടന്നാൽ കൊള്ളായിരുന്നു നമ്മൾ ആലോചിക്കില്ലേ? ആ കൊള്ളാവുന്നു എന്ന് ആലോചിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഡെയിലി ഞാൻ പറഞ്ഞു, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എന്തൊരു കാര്യത്തിനായാലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ദിവസം കൊണ്ട് പീസ്ഫുൾ ആവുമെന്ന് വിചാരിക്കേണ്ട.
നമ്മളൊരു സംഭവം ക്ലിയർ ചെയ്യും തോറും അതിനനുസരിച്ച് കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ? കൺസിസ്റ്റൻ്റ് ആവേണ്ട ശരിയാവണില്ല എന്ന് പറഞ്ഞ് ആരുടെ അടുത്ത് ചെന്നാലും ഒരു കാര്യമില്ല. കാരണം എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് യു. സോ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കൂ. ദിസ് ഈസ് വെരി പവർഫുൾ. ഇങ്ങനത്തെ ഒരു മെത്തേഡ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ആവാൻ തുടങ്ങും. ഓരോ ആൾക്കാർക്കും ഓരോ മെത്തേഡായിരിക്കും റെസനേറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം മെത്തേഡ്സ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഏതാ റെസനേറ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം, അത് ചെയ്യാം. എന്തുകൊണ്ടാണ് 5 എന്ന് പറഞ്ഞ നമ്പറാണ് ആ ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ ട്രിഗർ ചെയ്യാൻ പോകുന്നത്. ദ 5 ട്രിഗേഴ്സ് ചേഞ്ച്. ആ ചേഞ്ച് നമുക്ക് നെഗറ്റീവ് ആക്കാം, പോസിറ്റീവ് ആക്കാം. സോ എന്തുകൊണ്ട് നമുക്കത് പോസിറ്റീവ് ആക്കിക്കൂടാ? എല്ലാവരും ഈ 5-5-5 ടെക്നിക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? 5-5-5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് എന്നാണ് അതിന് ആ ഏഞ്ചൽ നമ്പറിൻ്റെ മീനിങ്. സോ ക്ലെയിം ദ പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ, പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ലൈഫ്. നിങ്ങൾക്ക് 5-5-5 ടെക്നിക്ക് ചെയ്യാം. എന്തിനാ? നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റാൻ. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് പോസിറ്റീവ് ആവാൻ, നമ്മൾക്ക് ഹാപ്പി ആവാൻ. നിങ്ങളൊരു 55 ടൈംസ് 5 ഡേയ്സ് അടുപ്പിച്ച് ഒരേ കാര്യം എഴുതുമ്പോൾ, വിഷ്വലൈസ് ചെയ്ത് എഴുതുമ്പോൾ എന്തുണ്ടായിരിക്കും? നമ്മൾ ആ ഒരു രീതിക്ക് മെല്ലെ കൺസിസ്റ്റൻ്റ് ആവാൻ തുടങ്ങും തോട്ട്സ്. ഒന്നും വേണ്ട, ഒരു 55 ഡേയ്സ് നിങ്ങൾ എഴുതിക്കോളൂ. ഒരു 55 ഡേയ്സ് ഒരു 55 ടൈംസ് അങ്ങോട്ട് എഴുതിക്കോളൂ. 55 ടൈംസ് ഫോർ 55 ഡേയ്സ്. ഓൾറെഡി ഒരു സബ് കോൺഷ്യസ് റീപ്രോഗ്രാം ചെയ്യുന്നതിന് മിനിമം 21 ഡേയ്സ്. ആ മിനിമം 21 ഡേയ്സ് പ്ലസ് ഒരു 21 ഡേയ്സ് പ്ലസ് ഒരു എത്രയാ, ഒരു 10 ഡേയ്സ് എക്സ്ട്രാ അല്ലേ? ഓൾമോസ്റ്റ് ആ ഒരു മിഡിൽ റീപ്രോഗ്രാമിങ്, മോസ്റ്റ് ഓഫ് ദ റീപ്രോഗ്രാമിങ് അതിൽ നടന്നു കഴിയും. കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതിക്കോ. ഇന്നൊരു ടൈം വെക്കേണ്ട. 55 ടൈംസ് ഡെയിലി, 55 ഡേയ്സ്. ഐ എം ഹാപ്പി, ഐ എം പോസിറ്റീവ്, ഐ എം കാം. എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ ഇരുന്നിട്ട്. സീ ദ റിസൾട്ട്. നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മാറ്റാൻ എടുക്കുന്ന ഒരു ആക്ഷനാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് യു. ഒന്നും മാജിക്കലായിട്ട് വരില്ല. നമ്മളൊരു ആക്ഷൻ എടുക്കണം, നമ്മളൊരു അലൈൻഡ് ആക്ഷൻ എടുക്കണം. ഡിവൈനായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ്സിൽ കൂടെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളായിട്ടൊരു ആക്ഷൻ എടുക്കുക. ഇതെനിക്കിപ്പോൾ തോന്നിയിട്ടുള്ള ഒരു റെമഡിയാണ്. ചെയ്ത് നോക്കൂ എല്ലാവരും. യു ഓട്ടോമാറ്റിക്കലി കണക്ട് വിത്ത് 5. നിങ്ങൾ ആ ഒരു 5 എന്നുള്ള നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ യൂസ് ഗ്രീൻ പെൻ ഉപയോഗിച്ചോളൂ. ഇറ്റ് ഈസ് ഗ്രോത്ത്. പോസിറ്റീവ് ചേഞ്ചസ് ഗ്രോത്ത്. മണി ആണെന്നുണ്ടെങ്കിലും എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഹാപ്പി ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും യൂസ് ദിസ് ഗ്രീൻ പെൻ. 55 ടൈംസ് 55 ഡേയ്സ് ചെയ്തോളൂ. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി വർക്ക്. എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒരാൾക്കെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടാവും, ഐ പ്രോമിസ്. അതുപോലെ 5 മിനിറ്റ് വിഷ്വലൈസേഷൻ. 5 മിനിറ്റ് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ ഈ പറഞ്ഞ 5 സെൻസസ് മെത്തേഡും 5 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങളുടെ ഡ്രീം എഴുതി ഇല്ലേ? നിങ്ങളുടെ 5 സെൻസസ് എഴുതി. ആ 5 സെൻസസിൽ നിങ്ങളുടെ ഡ്രീം ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതി വെച്ചു. ആ എഴുതി വെച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് വിഷ്വലൈസ് ചെയ്തോ. ആ ഒരു നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോണേ നിങ്ങൾ ആ 5 സെൻസസിൽ എഴുതി വെച്ചു. ഇങ്ങനെ കാണും, ഇങ്ങനെ കേൾക്കും, ഇതൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഒരു ഔട്ട്ലൈൻ അറിയാം. ആ ഔട്ട്ലൈനൊക്കെ വെച്ച് കുറച്ചൊന്ന് ഇമാജിനേറ്റീവ് ആയിട്ട് ഒരു 5 മിനിറ്റ്സ് അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്തോ. 5 മിനിറ്റ്സ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. വിഷ്വലൈസ് ചെയ്തു വരുന്നുണ്ട്. നെക്സ്റ്റ് തിങ് ഈസ് കുറച്ചുകൂടെ യുണീക്കാണ്. 5 വേർഡ് പവർ എഫർമേഷൻ. 5 വേർഡ് പവർ എഫർമേഷൻ എന്ന് വെച്ചാൽ എന്താ? എവറിത്തിങ് ഒരു വേർഡാണ്. എവറിത്തിങ്, ഓൾവേസ് സെക്കൻഡ് വേർഡാണ്. വർക്ക്സ് ഔട്ട് പെർഫെക്റ്റ്ലി 1 2 3 4 5. എവറിത്തിങ് ഓൾവേസ് വർക്ക്സ് ഔട്ട് പെർഫെക്റ്റ്ലി. അബണ്ടൻസ് ഫ്ലോസ് ടു മീ ഈസിലി. 5 വേർഡല്ലേ? ഐ ആം ഗൈഡഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അങ്ങനെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക എഫർമേഷൻസ് ഒരു 5 വേർഡിലേക്ക് കൊണ്ടെത്തിക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള ഡ്രീം. ഓക്കെ, എവറിത്തിങ് ഓൾവേസ് വർക്ക്സ് ഔട്ട് പെർഫെക്റ്റ്ലി ഇസ് എ വെരി ബ്യൂട്ടിഫുൾ സ്വിച്ച് വേർഡ്, മാജിക്കൽ സ്വിച്ച് വേർഡ്. എല്ലാം എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് നടക്കും. അത് ഒരു ഓൾറൗണ്ടർ എഫർമേഷൻസ് ആണ്. അങ്ങനെ നമുക്ക് 5 വേർഡ് പവർ എഫർമേഷൻ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഡെയിലി ഒരു 5 ഗ്രാറ്റിറ്റ്യൂഡ് വെച്ച് പറയാൻ തുടങ്ങാം. 5 ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കാര്യത്തിലായാലും ഇല്ലാത്ത കാര്യത്തിലായാലും 5 ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ഈ 12th നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ജസ്റ്റ് അറ്റ് 555. ഇത് ഞാൻ ഇൻറ്റൻഷനലി വെച്ചതല്ല, അങ്ങനെ തന്നെ വന്നു പോയതാണ്. 555 എനർജി എക്സ്ചേഞ്ച് ആണ്. ആൻഡ് നമ്മൾ ഈ 555 എനർജി എക്സ്ചേഞ്ചിൽ 1 മന്ത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒരുമിച്ചിരുന്ന് ചെയ്യുന്നതായിരിക്കും. സോ ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വേഗം ജോയിൻ ചെയ്യാം. 12th മാർച്ചിനാണ്, 333 പോർട്ടലിനാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ വേഗം ജോയിൻ ചെയ്യാം. അപ്പോൾ 5 ഗ്രാറ്റിറ്റ്യൂഡ് വെച്ച് പറയാൻ തുടങ്ങുക. ലൈഫിൽ എന്തെങ്കിലും 5 കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം എല്ലാ ദിവസവും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാണ്, യൂസ് ദിസ് മെത്തേഡ്. 5 സെൻസസ് മെത്തേഡ് എന്തായാലും യൂസ് ചെയ്ത് നോക്കൂ.
കാരണം ആ 5 എന്ന് പറയുന്നത് ന്യൂമറോളജി ആയാലും എന്തൊരു കാര്യത്തിലായാലും അത്രത്തോളം ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന ഒരു നമ്പറാണ് നമ്മുടെ എല്ലാവരുടെ ലൈഫിലും, അല്ലേ? സോ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്ക് ഇനിയും ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ബട്ട് ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില മെത്തേഡ്സും റെമഡീസും തന്നിട്ടുണ്ട്. റിലീജിയൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെർക്കുറി മന്ത്രാസൊക്കെ കേൾക്കാം, അങ്ങനെയുള്ള റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കേൾക്കാം. അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ റിസർച്ച് ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ. ആൻഡ് ഡെഫിനറ്റ്ലി ട്രൈ ടു കണക്ട് വിത്ത് 5 ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലെയിം പോസിറ്റീവ് ചേഞ്ചസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പേഴ്സണൽ സെഷൻസ്, റീഡിങ്സ്, ഗൈഡൻസ്, കോച്ചിങ്, വർക്ക്ഷോപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഒരു ടാറോ റീഡിങ് ചെയ്യാൻ ശ്രമിക്കാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ബൈ.